കേരളത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് തെളിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഇരു മുന്നണികളെയും ഇപ്പോൾ അങ്കലാപ്പിലാക്കി നിർത്തിയിരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 50-60 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, ഇതിലേതാണ്ട് ഒരു 20 മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ പോരും നടക്കുന്നുണ്ട്. ഇത് നഷ്ടം മറ്റ് 2 മുന്നണികൾക്കുമായിരിക്കും. അപ്പോൾ ബി ജെ പി ഉണ്ടാക്കുന്ന സ്പേസ് വളരെ വലുതാണ് എന്നർത്ഥം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം സീനിയർ മോസ്റ്റ് ലീഡർ എല്ലാം പറഞ്ഞതാണ്, കേരളത്തിൽ ഒരു മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ബി ജെ പിയുടെ ആ താമര വളരാൻ പറ്റുന്ന ചേറ് ഇവിടുത്തെ കുളങ്ങളിലില്ല എന്ന് ആൻ്റണി സാർ എന്നെ ഒരിക്കൽ പറഞ്ഞു. ഇല പൊഴിയുന്നു. അപ്പോഴാണ് രാജഗോപാലൻ താമര വിരിഞ്ഞത്. ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം മകൻ ബി ജെ പിയിലാണെങ്കിൽ തന്നെയും തിരുവനന്തപുരത്ത് താമര വിരിയേണ്ട കുളങ്ങളുമില്ല, ചേറുകളുമില്ല. പക്ഷേ അതല്ല എന്ന് കാണിച്ചു കൊടുത്തു. അതേപോലെ സ്ഥിരം ഗോവിന്ദൻ മാഷും വിജയരാഘവനും എം.എ. ബേബിയും പറയും, കേരളമെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ സ്വത്താണെന്ന്. വേറെ ആർക്കും ഇവിടെ അവകാശമില്ല. കയ്യൂരും കരിവള്ളൂരും സമര പ്രസ്ഥാനങ്ങളിൽ വളർന്ന ഈ പാർട്ടിയെ വെല്ലാൻ ആരുമില്ലായിരുന്നു. 45 വർഷം അവരുടെ കുത്തകയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭ പത്മനാഭനും ആറ്റുകാലമ്മയും ഭീമാവള്ളിയും വെട്ടുകാട് മാതാവും എല്ലാം ഗീവർഗീസ് പുണ്യാളനെല്ലാം കണ്ട് സഹിച്ചു യവന്മാർ ഇറങ്ങി പോകണമെന്നും പറഞ്ഞ് തുറപ്പയിട്ട് അടിച്ചിറക്കും പോലെയാണ് 51 കൗൺസിലർമാർ കൊടുത്ത് അടിച്ചിറക്കിയത്. എത്ര മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിസ്സാര ഫണ്ടോ നഷ്ടമായത് ചേട്ടാ, ആലോചിച്ച് നോക്കണം. ഒരു വർഷം 100-150 കോടി രൂപയാണ് മുതലാളിമാർ കൊണ്ട് തള്ളിക്കൊടുക്കുന്നത് കോർപ്പറേഷനിലും പാർട്ടി മേട്ടുക്കട ജില്ലാ കമ്മിറ്റി ഓഫീസിലും. ബിൽഡിംഗ് പെർമിഷൻ, വെള്ള കമ്മീഷൻ, പിടിച്ചില്ലേ ആരാധ്യനായ മേയർ ഒരു വണ്ടി, പൊങ്കാല വണ്ടി 44 സീറ്റ് പാർക്ക് ചെയ്യണമെങ്കിൽ 4000 രൂപ. SMB സ്കൂള് സർക്കാരിൻ്റെ സ്കൂളാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് PT ഫണ്ടെന്ന് പറഞ്ഞിട്ട് പിരിച്ചത് 4000 ഉറുപ്പിക വെച്ചാൽ. അവിടെ ആരൊക്കെ നയിച്ചത്? ഏറ്റവും വലിയ കവിതകൾ എഴുതുന്ന ആൾക്കാരാണ്. നമ്മുടെ കട്ടാക്കട മുരുകൻ ജിയൊക്കെയാണ് അവിടെ ആധിപൻ. അവർ വലിയ വിപ്ലവ കണ്ണാടി കവിതയൊക്കെ എഴുതി 50 വർഷം ആഘോഷിച്ചു. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാരെ നിന്ന് പിരിച്ച് വണ്ടി പാർക്കിങ്ങിന് വേണ്ടി PTI പിരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ കവിത എഴുതുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളച്ചെയ്തികൾ തിരുവനന്തപുരത്തിൻ്റെ മഹാപട്ടണം അനന്തപത്മനാഭൻ്റെ പട്ടണം അടിച്ചിറക്കി തുറപ്പെടുത്ത്. ഇവരാരും പ്രതീക്ഷിച്ചില്ല ബി ജെ പി കുറേ വോട്ട് പിടിക്കും, കഴിഞ്ഞ പ്രാവശ്യത്തൊട്ട് 38 കൗൺസിലർ ഉണ്ടാവും, വീണ്ടും നമുക്ക് തന്നെ അധികാരം അടുത്ത 50ാമത്തെ വർഷം വെട്ടിക്കാം. അങ്ങനെ ഇല്ലീഗൽ കെട്ടിടങ്ങളില്ലേ പലയിടവും നടക്കുന്നത്. ഇന്നും കോർപ്പറേഷൻ എവരെ അധികാരത്തിൽ വന്നിട്ട് മാറാത്ത പല പല കെട്ടിടം കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. പേര് പറയാനോ മുതലാളിമാരെ പറയാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഒഴിയുന്നില്ല. നിരവധി കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ ടാക്സുകൾ അടയ്ക്കാറില്ല. അടയ്ക്കുന്ന ടാക്സ് തന്നെ ടൗൺ ഡെവലപ്മെൻറ്റ് ഓഫീസർമാർ വീട്ടിൽ കൊണ്ടുപോകുന്നു. കള്ള റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. ഇതെത്ര വർഷം കൊണ്ട് ഇവിടെ സാധാരണക്കാരെ പിഴിഞ്ഞു പിഴിഞ്ഞു. അതോ 1000 രൂപയുടെ ബിൽഡിംഗ് ടക്കനെ അത് 10,000 രൂപയായി മാറുന്നു. എല്ലാത്തിനും വിലക്കയറ്റം. ഹോട്ടൽ ഉടമകൾ പാവപ്പെട്ട തട്ടുകാരെ ദ്രോഹിച്ചു ഈ കുട്ടി. എല്ലാ തട്ടിനെയും പൊളിച്ചുകൊണ്ട് പോയി മുതലാളിമാർക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വികാരം തിരുവനന്തപുരത്തെ ജനത ഭാരതീയ ആരാണ് ഓപ്ഷൻ? കോൺഗ്രസ് അല്ല. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ജനതയുടെ പ്രത്യേകത. അടുത്ത ആര്? കോൺഗ്രസ് അല്ല, BJP ആണ്. BJP തിരഞ്ഞെടുത്തു. അതുപോലെ കേരളത്തിലെ ജനത നീണ്ട 70 വർഷം കേരളത്തിൽ വന്നിട്ട് ചേട്ടാ ഇവിടുത്തെ ഈ കൊച്ചി കേരളത്തിൽ അഭ്യസ്തരായ യുവതി-യുവാക്കൾ തൊഴിലിന് വേണ്ടി തെണ്ടുമ്പോൾ വിദേശങ്ങളിലേക്ക് തുറമുഖങ്ങൾ വഴി എയർപോർട്ട് വഴിയും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു വ്യവസായശാല ഈ കേരളത്തിലുണ്ടോ? തിരുവനന്തപുരത്ത് എത്ര ഫാക്ടറികളാണ് ഈ തൊഴിലാളി ഗവൺമെൻറ് പൂട്ടിയത്? കെൽട്രോൺ നല്ല 1ാം തരം PCB എന്ന് പറയുന്ന പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ടെലിഫോൺ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ കരോളം, PCB ഇവിടെ ശ്രീകാര്യത്ത് കെൽട്രോൺ പൂട്ടി. നല്ല 1ാം തരം ആവശ്യമുള്ള ടൈറ്റാനിക് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻമുഖർ ടൈറ്റാനിയം പൂട്ടി. KSRTCക്കും കാറുകൾക്കും എല്ലാം ഷീറ്റുകൾ ഉണ്ടാക്കുന്ന നല്ല 1ാം തരം റബ്ബർ വർക്ക്സ് പൂട്ടി.
2 മില്ലുകൾ ഇവിടെ കൊണ്ടുവന്നു. വിജയമോഹന മില്ലും ബാൽഡാര സ്പില്ലിംഗ് മില്ലും. എത്ര തൊഴിലാളികൾ പണ്ട് സ്പില്ലിംഗ് മില്ല് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമാണ്. കല്യാണത്തിന് എവിടെ ജോലി? സ്പിന്നിങ് മില്ല്, കുട്ടികളെ അയക്കും. ഇന്ന് ഈ 2 മില്ലും പൂട്ടി. കേരളത്തിൻ്റെ വ്യവസായശാലകൾ അപ്പടി ഈ തൊഴിലാളി ഗവൺമെൻറ് പൂട്ടിയില്ലേ? ഇത് ഇവിടെ തഫിസ്തവിദ്യ ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു. ചേട്ടാ ആലോചിച്ച് നോക്കൂ. ആ പ്രോജക്റ്റിന് ആവശ്യമായ സ്ഥലം അക്വസിഷൻ ചെയ്ത് കൊടുക്കുവാൻ ഇവർ തയ്യാറല്ല. തുറമുഖം വന്നു, കപ്പൽ വരുന്നു. ഇപ്പോഴും ഇന്നും 5 കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നു കണ്ടെയ്നർ വേറെ രാജ്യത്ത് പോകാൻ വേണ്ടി. ഇത് ഇവിടെ ഇറക്കി ട്രക്കിങ്ങിൽ പോകേണ്ടതാണ്. ഇവിടുത്തെ തൊഴിൽ അവസരങ്ങളല്ലേ ഇവർ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇതൊക്കെ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. കേരളമായിട്ടാണ്, കേരളത്തിന്റെ അതെ ആണ്. പക്ഷെ തിരുവനന്തപുരത്തുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അതെ. നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് പോയാൽ കേരളത്തിലെമ്പാടും BJP ഉണ്ടാക്കാൻ പോകുന്ന ഇടങ്ങളെ നമുക്കറിയാം. ഇപ്പോൾ കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ തൃശ്ശൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ. അങ്ങനെ വരുമ്പോൾ BJPക്ക് കേരളത്തിൽ എത്രത്തോളം മുന്നേറ്റമുണ്ടെന്നാണ് കൊല്ലത്ത് മുന്നേറ്റമുണ്ട്. ചാത്തന്നൂർ BB ഗോപകുമാർ. അതെ, ഞാൻ 2 പ്രചരണത്തിന് അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ജസ്റ്റ് വോട്ടിനാണ് തോറ്റത്. ഉറപ്പായിട്ട് ചാത്തന്നൂരിൽ നിന്ന് ഇപ്പം BB ഗോപകുമാർ ഇലക്ട് ചെയ്യും. കഴിഞ്ഞ 2 തവണയായിട്ട് 2ാം സ്ഥാനത്ത്. അതുപോലെ കൊല്ലം ടൗൺ മുകേഷിന്റെ സ്ഥലത്ത് ഉള്ള മെറിറ്റിനയുടെ ഡോക്ടർ, അതും പ്രതാപനാണ്. അതെ, ഡോക്ടർ പ്രതാപൻ, മെറിറ്റിന ഹോസ്പിറ്റലിന്റെ MD. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് പോലും എല്ലാ സർജറിയും കൂടി ചെയ്യണ ഒരു നല്ലൊരു ആതുര സേവന രംഗത്തെ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇലക്ട് ചെയ്യും. നേരെ പത്തനംതിട്ട പോകുകയാണ് എങ്കിൽ നമുക്ക് ആറന്മുള സുഖമായിട്ട് കിട്ടും. കുമ്മനം രാജശേഖരൻ. അവിടുത്തെ എയർപോർട്ട് കൊടിമരത്തിനേക്കാളും ആറന്മുള ജയസാധ്യതയിൽ നിൽക്കുന്ന മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ കിട്ടുന്നതെങ്കിൽ അത് ആറന്മുളയായിരിക്കും. പിന്നെ വീണ ജോർജ് അവിടെ വലിയ നില പരിങ്ങലിലാണ്. അത് അബിൻ വർക്കിയാണ്. 2 പേരും ഓർത്തഡോക്സ് സഭയുടെ മക്കളാണ് എന്നാണ് അവിടുത്തെ പുരോഹിതൻ പറയുന്നത്. അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ വോട്ട് കക്ഷി രാഷ്ട്രീയം നോക്കാതെ N ബ്ലോക്കായിട്ട് വരുന്നുവെങ്കിൽ താമരയ്ക്ക് വീഴും. ബാക്കി കുമ്മനത്തിനോട് സ്നേഹമുള്ള സുഗതകുമാരി ടീച്ചറുമായിട്ട് നിരവധി തവണ ആ എയർപോർട്ടിന് വേണ്ടിയും ബെലിവേഴ്സ് ചർച്ച് എയർപോർട്ടിന് വാങ്ങിച്ചിട്ട് ആ ഭൂമിക്കെതിരെ സമരം ചെയ്ത വയലുകൾ, കൃഷി ചെയ്ത വയലുകളെല്ലാം നികത്തി. അതിനെല്ലാം നമ്മുടെ ബെലിവേഴ്സ് ചർച്ചിന് വേണ്ടി നമ്മളെ മുഖ്യൻ കൂട്ടുനിന്നു. അതെല്ലാം ഇപ്പോൾ മണ്ണ് മാറ്റി കൃഷി ചെയ്തു. ആ ഒരു സ്നേഹം ആറന്മുളയിലുള്ള പ്രബുദ്ധരായ ജനത കുമ്മനത്തിനെ എലക്ട് ചെയ്യുവാൻ ചാൻസ് ഉണ്ട്. കാരണം നിരവധി സുഹൃത്ത് ബന്ധം എനിക്കവിടെ ഉണ്ട്. അവരോരോരുത്തരും പറയുന്നു ഇത് പിണറായിക്ക് കൊടുക്കേണ്ട ഒരു അടിയാണ് കുമ്മനത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി തന്നത്. അതുകൊണ്ട് അവിടുത്തെ 2 ക്രൈസ്തവ വോട്ട് ഭിന്നിച്ച് ധ്രുവീകരിച്ച് 2 സൈഡിലും അബിൻ വർക്കിക്കും പോവും, വീണ കുട്ടിക്കും പോവും. പക്ഷേ അവിടെ വികസനം ആഗ്രഹിക്കുന്ന ആറന്മുള പരമ്പരാഗതമായ കണ്ണാടി കുടുംബങ്ങളെ ദ്രോഹിച്ചിരിക്കുന്നു ഈ സർക്കാർ. അവർക്ക് ആവശ്യമുള്ള ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ല. അത് കുമ്മനം പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേക ഒരു പാക്കേജ് കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നു. അവരുടെ നമ്മളെ ലോകരാഷ്ട്രത്ത് അറിയപ്പെടുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി, ഇല്ലേ? അതെ. ഇവിടെ ആറന്മുള കണ്ണാടി മേടിച്ച് എല്ലാ മന്ത്രിമാരും പ്രധാനമന്ത്രിക്കും നിതിൻ ഗഡ്കരിക്കും കൊടുക്കാൻ കൊണ്ടുപോകും ആറന്മുള കണ്ണാടി. ഇത് ചെയ്യുന്ന പാവങ്ങൾക്ക് ഒരു പെൻഷൻ പോലും ഇല്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കുമ്മനം ചെയ്യും. അതുപോലെ കോന്നിയും കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പം പത്തനംതിട്ട ജില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പോകാവുന്നത് ഇതുപോലെ എറണാകുളം തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. തൃപ്പൂണിത്തുറ ഉറപ്പായിട്ടും ആ കുട്ടി രശ്മി നായർ. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂരിലേക്കും ഇപ്പൊ അവർ പറയുന്നു 2020 കൊടുത്തിരിക്കുന്നു എന്നാണ്. ആ കുട്ടി അവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിയെക്കുറിച്ച് അവിടെ ഉള്ളവർക്കറിയാം. നല്ലൊരു ആക്ടറാണ്. അതിനുപരി ഒരു ആ സൈലന്റ് ആയിട്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന കുട്ടി. തൃശ്ശൂർ ജില്ലയിലും നമുക്ക് അതുപോലെ വലിയ നേട്ടം തിരുമല കുന്നത്തുനാട് കിട്ടും, ഉറപ്പാണ്. ഇപ്പൊ പ്രതാപ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തോക്കും എന്നുള്ളത് കൊണ്ടാണ് അവിടെ കിറ്റ് പ്രശ്നം എടുത്തിട്ടുള്ളത്. പ്രതാപം മത്സരിക്കുന്ന മണലൂരും കുന്നത്തുനാടും തൃശ്ശൂർ പത്മജയും 3 തൃശ്ശൂർ കിട്ടും. 3 BJPക്ക് നല്ല അടിത്തറയും ഏകദേശം 8 മെമ്പർമാർ. പിന്നെ കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് മഞ്ചേശ്വരം ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാരണം 77 വോട്ടിനായിട്ടാണ്. കൂടാതെ നിരവധി മണ്ഡലങ്ങളിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. അപ്പൊ ഇത് കൂടാതെ പല മണ്ഡലങ്ങളിലും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ മുന്നണി സംവിധാനം കേരളത്തിലെ LDF UDF അവർക്ക് കുത്തക എന്നാണ് അവർ പറയുന്നത്. അല്ല, 3ാമതൊരു NDA മുന്നണി എന്ന് പറഞ്ഞ്
24% വോട്ട് കേരള രാഷ്ട്രീയത്തിൽ BJP നേടും. 2 BDJS ആയാലും കാമരാജ് കോൺഗ്രസ് ആയാലും LJP ആയാലും എല്ലാവരും കൂടെ, ശിവസേന എല്ലാം കൂടെ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു മുന്നണി സംവിധാനം BJP ഒറ്റയ്ക്ക് 2030 ആകുമ്പോഴേക്കും 26, 31 ആകുമ്പോഴേക്കും BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നതും ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലുള്ള MLA-മാർ കേരളത്തിൽ ഇപ്പോൾ മിനിമം ഈ പറഞ്ഞു വന്ന അനുസരിച്ച് 11 എൻ്റെ ഒരു കണക്കിൽ 17 വരെ MLA എത്താം. അങ്ങനെയാണ് എങ്കിൽ കേരള അസംബ്ലി തൂക്ക് അസംബ്ലി ആയിരിക്കും. ആ തൂക്ക് അസംബ്ലി വരുമ്പോൾ ഇവിടെ നിർണായകം ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കുതിരക്കച്ചവടമില്ലേ, ആ രീതിയിലുള്ള അയറാം ഗയറാം രാഷ്ട്രീയം കേരളത്തിൽ വരും. ഇവിടുത്തെ ഗവർണർ, ബഹുമാനപ്പെട്ട ഗവർണറിന് നയപരമായ തീരുമാനമെടുക്കുവാൻ അധികാരമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവർ പലരും ആവശ്യപ്പെടുന്നു UDF ഇപ്പോൾ വരും നമുക്ക് പച്ച സർക്കാർ ഉണ്ടാക്കാമെന്നൊക്കെ ആഘോഷിച്ച് നടക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്ത് എടുത്ത് ഖജനാവിൽ കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് MLA-മാർ പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്ന് KM ഷാജി രാഷ്ട്രീയ പാർട്ടിയല്ല, മതപാർട്ടിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.